അടുത്ത വാക്ക് അവ്യക്തമായിട്ട് അവിടെ അത് കിട്ടുന്നില്ല. അപ്പോൾ അത് ശ്വാസത്തിൻ്റെ ക്രമീകരണത്തിൽ അത് മുങ്ങിപ്പോയതാണോ എന്നൊരു സംശയം. നല്ല ഭാവം ഉണ്ടായിരുന്നു, താളം പോയിട്ടുണ്ട്, പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചു. താങ്ക് യു. താങ്ക് യു സെൻസാർ. വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. നല്ലൊരു ഭാവമായിരുന്നു. നല്ല ഇങ്ങനെ ആ പാട്ടിൻ്റെ സെലക്ഷൻ ഇദ്ദേഹത്തിൻ്റെ ശബ്ദവുമായിട്ട് വളരെയധികം മാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കുഴപ്പങ്ങൾ കരഞ്ഞു ഫസ്റ്റ് പല്ലവി കരഞ്ഞു രായി മൂവി ആ രണ്ട് അക്ഷരത്തിൻ്റെ നോട്ടുകൾ ഇച്ചിരി കുഴപ്പമാണ്. പിന്നെ അതുപോലെ എൻ പാവം സെക്കൻഡ് സ്റ്റാൻസയുടെ വരികളാണ്. അതിൻ്റെ ആ സംഗതി റിപ്പീറ്റ് ചെയ്ത് വന്നപ്പോൾ ആ റൂട്ടിൽ കറക്റ്റായിട്ട് എത്തിയിട്ടില്ല. അതൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. അതുപോലെ അനുപല്ലവിയുടെ സ്റ്റാൻസയുടെ സെക്കൻഡ് സ്റ്റാൻസയുടെ അതുപോലെ ആ സംഗതി എനിക്ക് ആ സംഗതിക്ക് വേണ്ടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യുന്നതായിട്ട് അതുകൊണ്ടത് വരാറ്. പക്ഷേ കൂളായിട്ട് വന്നാൽ പാടിയിരുന്നെങ്കിൽ അത് ഈസിയായിട്ട് ആ സാധനം വന്നത്. അത് അവിടെ ഒരു സംഗതി ഉണ്ടല്ലോ എന്ന് മനസ്സ് നേരത്തെ തയ്യാറായി വന്നതുകൊണ്ടാണ് അത് കൃത്യമായി വരാനുള്ള ഭയം മനസ്സിലാക്കുന്നത്. ടോട്ടലി വളരെ നന്നായിരുന്നു. നല്ല പാട്ട്, നല്ല സെലക്ഷൻ. വെരി ഗുഡ്. 122. അടിയന്റെ അനുദാനം
വഴി തേടി പാടും ഇടറുന്ന ഹൃദയാഗ്രഗാനം അവിടുത്തെ അഴുത്താരതു മാത്രം ആശ്രയി ബലിയായി തിരുമുൻപിൽ നൽകാം അടിയന്റെ അനുതാപഗാനം ഇരുൾ വീഴും പാതയിൽ മെഴുതിരി നാളുമായി തെളിയുന്ന സത്യമേ ഉലകിന്റെ നിത്യമേ നാദമായി രൂപമായി വിശ്വതേജോശില്പിയായി ദുഃഖമെല്ലാം ഏറ്റുവാങ്ങും നിർദ്ധനന്റെ മിത്രമായി ഈ പ്രാർത്ഥന കേൾക്കുമോ ഈ അന്ധത കാണുമോ അഭയമേശുവിലരുവിധം അടിയന്റെ അനുതാപഗാനം അവിടുത്തെ അനുഗ്രഹം അതുമാത്രം മനുഷ്യൻ ഇടയന്റെ വഴി തേടി പാടും ഇടറുന്ന ഹൃദയാഗ്രഗാനം പതിതന്റെ പാട്ടിലും പരിശുദ്ധ ഭാവമായി തെളിയുന്ന സത്യമേ ഉലകിന്റെ നിത്യമേ ത്യാഗമായി സ്നേഹമായി ഏകരക്ഷാമാർഗമായി പാപഭൂമി വീണു കേഴും ദുഃഖിതന്റെ നാഥനാ ഈ യാചന കേൾക്കുമോ ഈ വേദന കാണുമോ ശരണമേശുവിലരുവിധം ബലിയായി തിരുമുൻപിൽ നൽകാം അടിയന്റെ അനുതാപഗാനം അവിടുത്തെ അനുഗ്രഹം അതുമാത്രം മനുഷ്യൻ ഇടയന്റെ വഴി തേടി പാടും ഇടറുന്ന ഹൃദയാഗ്രഗാനം അവിടുത്തെ അഴുത്താരതു മാത്രം ആശ്രയി ബലിയായി തിരുമുൻപിൽ നൽകാം അടിയന്റെ അനുതാപഗാനം ഞാൻ എപ്പോഴും പറയുന്നു, ഈ ശബ്ദം വളരെ സുന്ദരമായ ശബ്ദമാണ്. എന്നാൽ ഭാവം ഇച്ചിലൂടെ വന്നാൽ ഇത് നല്ല പിടിച്ചാൽ കിട്ടാത്തടത്ത് പോകുന്ന ഒരു പാട്ട് വരും.
അത് പ്രത്യേകം അഭിനന്ദിക്കുക. ഒന്നാമത്തെ വാക്ക് തന്നെ ബലിയായ നാമം പാടി ബായ ദാസേട്ടൻ പാടി ബലിയായ തിരുമുമ്പിൽ നൽകാം. അതാണ് നാമം. അപ്പോൾ ബലിയായ തിരുമുമ്പിൽ നൽകാം. അതിനൊക്കെ ബലിയായ തിരുമുമ്പിൽ നൽകാം. ആ ഒരു ഫീല് പാട്ടുകൾക്ക് കൊണ്ടുവന്നാൽ നല്ല ഭംഗിയായി. ആ ഭാവത്ത് വന്നപ്പോൾ ആ ഫീല് വന്നില്ല. അഭയമേശിയിൽ അനധിക, പിന്നെ പതിതൻ്റെ സെക്കൻഡ് സ്റ്റാൻസ തുടങ്ങിയ സമയത്ത് ഓർക്കസ്ട്ര വളരെ നന്നായിട്ട് വായിച്ചങ്ങോട്ട് എൻഡ് ചെയ്തു. പക്ഷേ അതിൻ്റെ കൂടെ പാടാൻ ഒരു ബീറ്റിൽ ലേറ്റായി തോന്നുന്നു. മനസ്സിലായോ? സെക്കൻഡ് സ്റ്റാൻസ വന്നത്, പതിതൻ്റെ സ്റ്റാൻസ വന്നത്. അവളുടെ മാർഗമായി ശരിക്കും നല്ല ഇഴുകി ചേർത്ത് പാടാൻ, നല്ല ഭാവം ഇട്ട് പാടാവുന്ന പാട്ടാണ്. നന്നായിട്ട് പാടി. ഈ ഒരു ചെറിയ മിസ്റ്റേക്സ് ഒന്ന് ക്ലിയർ അടുത്ത പാട്ടിൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരാം. വെരി ഗുഡ്. താങ്ക് യു. ആശ്രയം, ആശ്രയം, ശര അത് തിരുത്തണം. ആശ്രയമാണ് കേട്ടോ, പ്രകടമാവുന്നുണ്ട്. ആശ്രയം അവിടെ തന്നെ ശര. പിന്നെ ആദ്യത്തെ ബില്ലിയെന്ന് ആദ്യത്തെ പല്ലവി തന്നെ അല്പം ഫ്ലാറ്റായിട്ടുണ്ട്. രണ്ടാമത് വന്നപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോഴെനിക്ക് തോന്നുന്നത് ആദ്യമേ ആ സൗണ്ട് വരാൻ വേണ്ടി ഒരു അല്പം കൃത്രിമത്വം കൊണ്ടുപോയി കാണിച്ചോ പിടിച്ചോ എന്നൊരു സംശയമില്ല. ജോൺസിൻ്റെ ഫ്ലാറ്റായിരുന്നു ആദ്യത്തെ. പിന്നീട് വന്നപ്പോൾ ക്ലിയറായി. അപ്പോഴത് ബോധപൂർവ്വം അവിടെ എന്തോ കൃത്രിമത്വം കാണിച്ചു എന്നാണ് തോന്നുന്നു. പിന്നെ കുറച്ചുകൂടെ ഭാവം വരണം. താളം ഓക്കെ, വളരെ നന്നായിട്ടുണ്ട്. താളത്തിന് താളം തെറ്റ്. എന്നിട്ട് അവിടെ BGM കൊടുത്തപ്പോൾ അത് 4ൻ്റെ ഗുണിതങ്ങളോ 3ൻ്റെ ഗുണിതങ്ങളോ 4, 3, 2, 2 ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് BGMൽ 4ൻ്റെ ഗുണിതങ്ങൾ 4, 4, 8 അല്ല 12, 13 അല്ലെങ്കിൽ 9 തുടങ്ങുകയാണെങ്കിൽ രണ്ടാമത് വരുമ്പോൾ അതുപോലെ തന്നെ 8ൽ തന്നെ തുടങ്ങണം. 7-ലായാൽ തെറ്റും. അവിടെയാണ് ഒരു നോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞത്. മനസ്സിലായി? ഇതാണ്. ഓക്കെ, താങ്ക് യു.
ആദ്യം അഭിനന്ദിക്കുന്നത് ഓർക്കസ്ട്ര വായിച്ച സഹോദരന്മാരെ. എന്ത് പ്രവർത്തനമാണ്, നല്ല രസമായിരുന്നു അതിൻ്റെ പ്രോഗ്രാമിലൊക്കെ, വളരെ നന്നായിരുന്നു. പിന്നെ പാട്ടുകാരിയെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. ഇങ്ങനെ വേണം, നല്ല ഫ്ലോയ ഉണ്ടായിരുന്നു, നല്ല എനർജി ഉണ്ടായിരുന്നു പാട്ടിൻ്റെ ലെവൽ. എന്നാൽ ആ ഫീലൊന്നും നഷ്ടപ്പെടാതെ നമ്മൾ ഈ പാട്ട് പാടി വളരെ നന്നായിരുന്നു. ചെറിയ ചെറിയ കുഴപ്പം ഞാൻ നോട്ട് ചെയ്തത് തിരുമുറി പാട്ടുമായി അവിടെ വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുണ്ട്. അതൊരു ഇത്രയും വലിയ ഇതിനകത്തൊരു മിസ്റ്റേക്ക് അല്ല ശരിക്കും. പിന്നെ ഞാൻ ചെറിയ 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 കാര്യങ്ങൾ പോലും ഇവിടെ എഴുതുന്നതുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്. ഇടപ്പല്ലവി ക്രൂശ് ക്രൂശിതൻ്റെ അവിടെ ചെറിയൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. ഉയരിൻ്റെ സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു, വളരെ നന്നായിരുന്നു. പ്രത്യേകം അഭിനന്ദനം. Thank you, Joyce. എനിക്ക് മൈനസ് പോയിന്റ് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. നല്ല തുറന്ന ശബ്ദം, അനുഗ്രഹീത ശബ്ദം. പിന്നെ ഈ പാട്ട് കേട്ടപ്പോൾ ഞാനും ഗോൽഗുത്തായിലേക്ക് പോയ ഒരു പ്രതീതിയോടെയാണ് ആവർത്തിച്ചു. എൻ്റെ കയ്യിൽ ശുദ്ധമായ ദുവാലിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ആ സ്ത്രീജനങ്ങളൊപ്പം നിന്ന് കർത്താവായ യേശുവിൻ്റെ മുഖം തുടയ്ക്കും എന്നൊരു പ്രതീതി ആത്മാർത്ഥമായിട്ട് പറയാം. അതുകൊണ്ട് ഞാൻ ഒന്നും എഴുതാനില്ല. മൈന്യൂട്ടായിട്ടുണ്ടായ ഇത്രയും നല്ലൊരു ഗാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഒരു ചെറിയ തെറ്റായിട്ട് കാണുന്നില്ല. ഞാനൊന്നും എഴുതിയിട്ടില്ല. വെരി ഗുഡ്. മഴയാ
മനം തേങ്ങി അപരാധബോധമോടെ അനുതാപമെന്നിൽ നിറഞ്ഞു എൻ യേശുവന്നു ചാരി ഒരു നാളിലെൻ മനം തേങ്ങി മഞ്ഞിൻ തുള്ളി പോലെ ഉള്ളിൽ വെണ്മ തേടി